തണുപ്പ് കാലത്ത് 3 നേരം കുളി. പിന്നെ കൂട്ടിനകത്തെ ഈ പൂളിൽ വെള്ളം കാണും. വല്ലാതെ ചൂടെടുക്കുമ്പോൾ അതിൽ മുങ്ങിക്കിടക്കും. ഇടയ്ക്കിടെ ഷവറും തുറന്നിടും. ശ്രാവണിന് മാത്രമല്ല. മലരെന്ന് വിളിക്കുന്ന ഈ പെൺകടുവയുടെ കൂട്ടിലും ഈ സൗകര്യങ്ങളുണ്ട്. 10 മണിയോടെ കുളി കഴിഞ്ഞ 2 മണിക്കൂറിന് ശേഷം തീറ്റ. ഫുഡൊക്കെ ഇപ്പോൾ ഇതുവരെ ഫുഡ് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓരോന്നിനും ഓരോ കണക്കാണ്. ഇപ്പോൾ ഇതിന് ശ്രാവണിനാണെന്നുണ്ടെങ്കിൽ 9 കിലോയാണ്. ആ 9 കിലോയിൽ 1-2 പീസെല്ലാം മിച്ചം വരുന്നെങ്കിലേ ഉള്ളൂ. അത് മാക്സിമം മിച്ചം 1-2 പീസ് വരണം, എന്നാലേ നമുക്കൊരു തൃപ്തിയാവത്തുള്ളൂ, തികഞ്ഞു എന്നുള്ളത്. പുലിക്കൂട്ടിൽ സദാസമയവും ഷവർ തുറന്നിടും. സൗകര്യം പോലെ അവർക്ക് ചൂടകറ്റാം. പിന്നെ ഒരു VIP ടീമുണ്ട്. നാഗാലാൻഡിൽ നിന്നെത്തിയ ഹിമാലയൻ കരടികൾ, കൊഹിമയും ദിമയും. ഓറഞ്ച്, മുന്തിരി, പേരയ്ക്ക, ആപ്പിൾ, പുഴുങ്ങിയ മുട്ട, തണ്ണിമത്തൻ, ബ്രേക്ക്ഫാസ്റ്റ്, കേമോ. സൂവിലെ ഡോക്ടർ ഗുണമേന്മ ഉറപ്പുവരുത്തി മാത്രമേ ഇവർക്കിത് കൊടുക്കൂ. കുളി കഴിഞ്ഞ് ഇവരും ഫുഡ് കഴിക്കൂ. ഗർഭിണിയായതുകൊണ്ട് ദിമയെ കൂട്ടിലാക്കിയിരിക്കുകയാണ്. 11:30 മണിയാകുമ്പോഴത്തേക്ക് ചോറ്, തേന്, മുട്ട അങ്ങനത്തെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 2 മണിക്ക് ഈ ഐസ് ക്യൂബ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വാട്ടർ മെലൻ വെച്ച് ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്ത് ബ്ലോക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിക്കാറുണ്ട്. അതിനുശേഷം അതിനെ വീണ്ടും കുളിപ്പിക്കാറുണ്ട്. ഇപ്പുറത്തെ കൂട്ടിലുള്ള പന്നിക്കരടികളായ ബബ്ലുവിനും സിബ്ലുവിനും രാവിലെ പഴങ്ങളും പുഴുങ്ങിയ മുട്ടയും. സിംഹത്തിനും കടുവയൊക്കെ നമ്മൾ ഒരു 3-4 ടേൺ കുളിപ്പിക്കാറുണ്ട്. രാത്രി സെക്കൻഡ് ഡ്യൂട്ടിക്കാരും അവരും രാത്രി കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തണുപ്പ് കിട്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ മൃഗശാലയ്ക്കുള്ളിൽ ചെയ്തിട്ടുണ്ട്.